ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ആദ്യ ചാപ്റ്ററായ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ഈ പാഠത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് മാനവചരിത്രത്തിലെ കാലഘട്ടങ്ങളെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം എന്താണ് മാനവചരിത്രത്തെ നമുക്ക് പല രീതിയിൽ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കിവിടെ 2 യുഗങ്ങളെപ്പറ്റി കൊടുത്തിട്ടുണ്ട്, ശിലായുഗവും ലോഹയുഗവും. അതായത് മനുഷ്യൻ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ്. ഇപ്പോൾ ശിലായുഗത്തിൽ മനുഷ്യൻ ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ച എന്താണ്? ശിലകളാണ്, അല്ലെങ്കിൽ കല്ലുകളാണ്. അത് കഴിഞ്ഞ് ലോഹയുഗത്തിലേക്ക് വരികയാണ്. അതായത് മനുഷ്യൻ എന്തുപയോഗിക്കാൻ തുടങ്ങി? ലോഹ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് 2 യുഗങ്ങൾ എന്ന് പറയുന്നത്, ശിലായുഗവും ലോഹയുഗവും. അപ്പോൾ ശിലായുഗത്തെ വീണ്ടും നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ആദ്യത്തേത് പ്രാചീന ശിലായുഗം, രണ്ടാമത്തത് മധ്യശിലായുഗം, മൂന്നാമത്തത് നവീന ശിലായുഗം. അതായത് ശിലായുഗത്തിലെ ആദ്യ കാലഘട്ടത്തെയാണ്, അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന കാലഘട്ടത്തെയാണ് നമ്മൾ പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അതിനുശേഷം കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചു. എന്തായി? പുതിയ കാര്യങ്ങൾ വന്നു. മധ്യശിലായുഗമായി. വീണ്ടും കുറച്ച് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചു. നവീന ശിലായുഗമായി. നവീന ശിലായുഗം കഴിഞ്ഞതിന് ശേഷം, നവീന ശിലായുഗം കഴിയുന്നതോടെ നമ്മുടെ ശിലായുഗവും കഴിയുകയാണ്, അടുത്ത യുഗത്തിലേക്ക് കടക്കുകയാണ്. എന്താണ്? ലോഹയുഗം. ലോഹയുഗത്തിൽ തന്നെ 2ആയിട്ട് തരംതിരിക്കാം, വെങ്കലയുഗവും ഇരുമ്പ് യുഗവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, ജസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു മാനവചരിത്രത്തെ, കാലഘട്ടത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? തിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ശിലായുഗം കഴിഞ്ഞ് എന്താണ് മുന്നോട്ട് എന്ന് നമുക്ക് നോക്കുകയാണ് ഈ ചാപ്റ്ററിലൂടെ. അപ്പോൾ ഇതാണ് ബേസിക് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം. എന്താണ്? മനുഷ്യ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ, മാനവ ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ജസ്റ്റ് നമ്മൾ ബേസിക് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആ ശിലായുഗവും ലോഹയുഗവും. ശിലായുഗത്തിൽ തന്നെ 3ആയിട്ട് തിരിക്കാം. ഏറ്റവും പഴക്കം ചെന്നത് പ്രാചീന ശിലായുഗം, അത് കഴിഞ്ഞ് മധ്യശിലായുഗം, അത് കഴിഞ്ഞ് നവീന ശിലായുഗം. നവീന ശിലായുഗത്തോടു കൂടി ശിലായുഗം അവസാനിക്കുന്നു, അടുത്ത ലോഹയുഗത്തിലേക്ക് കടക്കുകയാണ്. ലോഹയുഗത്തിൽ ആദ്യം വെങ്കലയുഗം, പിന്നെ ഇരുമ്പ് യുഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാനവചരിത്രത്തിലെ യുഗങ്ങളിലെയും കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നമുക്ക് നിൽക്കട്ടെ. ഇനി നമുക്ക് ശിലായുഗം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ശിലായുഗം. മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ്. അതിനാൽ ചരിത്രകാരർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന യുഗം അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യഘട്ടം, മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ശിലായുഗമാണ്. അതായത് ആ കാലത്ത് മനുഷ്യർ എന്താണ് ചെയ്തിരുന്നത്? മനുഷ്യർ ഓരോ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് കല്ലുകൊണ്ടാണ്. അതായത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ വെച്ച് ജീവിച്ച കാലഘട്ടത്തെയാണ്, മനുഷ്യർ ജീവിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിലായുഗമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മനുഷ്യർ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ചിരുന്ന കാലത്തെയാണ് നമ്മൾ ശിലായുഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയും അത് ഒക്കെ അടിസ്ഥാനമാക്കി നമുക്ക് ആ ശിലായുഗത്തെ തന്നെ 3ആയിട്ട് തരംതിരിക്കാം. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ശിലായുഗത്തിൽ എന്താണ് ഉപയോഗിച്ചിരുന്നത്? കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ആ കാലഘട്ടത്തെ, കല്ലുകൊണ്ട് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെ നമ്മൾ ശിലായുഗമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ശിലായുഗത്തിലെ ആദ്യ കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. അതായത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ആദ്യ കാലഘട്ടമാണ് ശിലായുഗം. ആ ശിലായുഗത്തിലെ ആദ്യ കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം. നമുക്ക് നോക്കാം. പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത. പാലിയോസ് അഥവാ പ്രാചീനം, ലിത്തോസ് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ കാണുന്ന കല്ലുകൾക്ക് ഒരു സവിശേഷതയുണ്ട്. അതെന്താണ്? അത് പരുക്കൻ കല്ലുകളാണ് ആ പ്രാചീന ശിലായുഗത്തെ ഉപകരണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അതായത് കൂടുതൽ പോളിഷ് ചെയ്തോ അല്ലെങ്കിൽ മിനുസപ്പെടുത്തിയോ ഒന്നും കല്ലുകളല്ല. എന്താണ്? പരുക്കൻ കല്ലുകളാണ് നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ കാണുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ, പാലിയോലിത്തിക് അതൊരു ഗ്രീക്ക് വാക്കാണ്. പാലിയോലിത്തിക്, അപ്പോൾ 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്ന ഒരു വാക്കാണ് പാലിയോലിത്തിക് എന്ന് പറയുന്നത്.
പാലിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്ക്, അതിൻ്റെ അർത്ഥം പ്രാചീനം അല്ലെങ്കിൽ പഴയത് എന്നാണ്. അതുപോലെ തന്നെ ലിത്തോസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രീക്ക് വാക്ക്, അതായത് ശില അല്ലെങ്കിൽ കല്ല്. അപ്പോൾ ഈ പ്രാചീന ആ ഒരു ശില, അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാണ് പ്രാചീന ശിലായുഗം എന്ന വാക്കുണ്ടായത്. അതായത് പാലിയോ എന്ന് പറയുന്ന പ്രാചീനം എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കും ലിത്തോസ് എന്ന് പറയുന്ന കല്ല് എന്നർത്ഥമുള്ള ഗ്രീക്ക് വാക്കും കൂടെ ചേർന്നാണ് പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം എന്ന പേര് രൂപം കൊണ്ടത്, അല്ലെങ്കിൽ ആ പദം രൂപം കൊണ്ടത്. ആദിമ മനുഷ്യരുടെ ജീവനോപാധികളായി ബന്ധമുള്ളത് ആണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അവ ചുവടെ നൽകുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവനോപാധിയായി അല്ലെങ്കിൽ അവന് ജീവിക്കാൻ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഉപകരണം. അല്ലെങ്കിൽ ഉപകരണം ഉണ്ടെങ്കിലേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ, എന്തായാലും ആ ഒരു കർമ്മം ചെയ്ത് അവന് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ജീവിതോപാധിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒന്നാണ് ഉപകരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ തന്നെ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട്. ആ ഘട്ടങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ 3 ഘട്ടങ്ങളെന്ന് പറയുന്നത്, ആദ്യത്തേത് പ്രയോജനപ്പെടുത്തൽ, രണ്ടാമത്തേത് രൂപമാറ്റം വരുത്തൽ, മൂന്നാമത്തേത് ക്രമവൽക്കരണം. ഇപ്പോൾ 3 ഘട്ടങ്ങളാണ്. ആദ്യത്തേത് പ്രയോജനപ്പെടുത്തൽ, രണ്ടാമത്തേത് രൂപമാറ്റം വരുത്തൽ, മൂന്നാമത്തേത് ക്രമവൽക്കരണം. പ്രയോജനപ്പെടുത്തൽ എന്താണ് നമുക്ക് നോക്കാം, വായിച്ച് നോക്കാം. ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. ആ വാക്യം തന്നെയുണ്ട്. അതായത് നമുക്ക് ഒരു കല്ല് കിട്ടുന്നു, പ്രാചീന ശിലായുഗത്തിലാണ്, ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഒരു കല്ല് കിട്ടുന്നു, അതെങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെയാണ് പ്രയോജനപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതായത് ലഭ്യമായ കല്ലുകളെ രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രൂപമാറ്റം വരുത്തലാണ്. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കല്ല് ലഭ്യമാവുന്നു, അതിനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് രൂപമാറ്റം വരുത്തി ആ കല്ലിനെ ഉപയോഗിക്കുന്ന രീതിയാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്ന ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു രീതി. മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്രമവൽക്കരണമാണ്. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക ആവശ്യത്തിന് നമുക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ ശിലാ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിനെയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. അത് വേറൊരു തൊഴിലിന് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഒരു തരം കല്ല്, ഏതെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന കല്ലെടുത്താൽ അത് ആ ഒരു സെറ്റ് ഓഫ് കല്ല് അല്ലെങ്കിൽ അതേപോലുള്ള കല്ലുകളായിരിക്കും ആ മൃഗത്തെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നത്. വേറെ തൊഴിലിന് വേറെ എന്തെങ്കിലും ഒരു മണ്ണിൽ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന കല്ലുകൾ, അത് വേറെ രീതിയിലുള്ള വേറെ തരത്തിലുള്ള വേറെ ആവശ്യത്തിന് പ്രത്യേക തരം ഉപകരണങ്ങൾ, ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ശിലാപകരണങ്ങളുടെ മാതൃകയിൽ കൊടുത്തിട്ടുണ്ട്. ഉരുളൻ കല്ലുപകരണങ്ങൾ, ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, കൽച്ചീൾ ഉപകരണങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള ഉപകരണങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ, ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാപകരണങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള ശിലാപകരണങ്ങൾ, അന്ന് നിലവിലുണ്ടായിരുന്ന ശിലാപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് ആ ഒരു പ്രാചീന ശിലായുഗത്തിലെ അല്ലെങ്കിൽ ആ മനുഷ്യരുടെ കുറച്ച് കലാപരമായ അല്ലെങ്കിൽ ചുവർ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരുടെ നിർമ്മിതികളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഗുഹാചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിലെ ഷോവയിലുള്ളത്, ഫ്രാൻസിലെ ലാസ്കോയിലുള്ളത്, പിന്നെ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പം സെറാക്സ്, റഷ്യയിൽ ആണിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അവിടെ റഷ്യയിലാണിപ്പോൾ ഇരിക്കുന്നത്. ആ ഒരു ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിലെ ഗുഹയിൽ കുസാക്സ് എന്ന് പറയുന്ന ഗുഹയിൽ കോറിയിട്ട ചിത്രങ്ങളുണ്ട്. സ്പെയിനിലെ ലാ ഗമ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അല്ലെങ്കിൽ അസ്ഥികളിൽ മൃഗങ്ങളുടെയൊക്കെ അസ്ഥികളിൽ കൊത്തുപണി ചെയ്ത ചിത്രങ്ങളുമൊക്കെ ആ ഒരു രൂപങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? പ്രാചീന കാലഘട്ടത്തെ മനുഷ്യർ കലാപരമായി മികവുള്ളവരായിരുന്നു, അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവരായിരുന്നു. പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു? ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗ്ഗങ്ങൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. മൃഗങ്ങളുടെ ചിത്രീകരണം, ഷോവെ, ലാസ്കോ ഗുഹകൾ, മൃഗത്തിൻ്റെ സ്ത്രീയുടെയും കോറിയിട്ട രൂപം, കുസാക് ഗുഹകൾ, വീനസ് പ്രതിമ, സെറാക്സ്, റഷ്യ എന്നിവ അനുഷ്ഠാനമായോ വിശ്വാസമായോ ബന്ധമുള്ളതായി പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു.
സ്പെയിനിലെ ലാ ഗർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിൽ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. അപ്പോൾ നമുക്ക് മുകളിൽ കുറേ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ ആ ഒരു വരകളും ചിത്രങ്ങളും ഒക്കെ അവർ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് തോന്നാം. അതായത് എന്താണ്, ഒരാശയം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ ഒരു മൃഗങ്ങളുടെ ചിത്രീകരണവും മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും ഒക്കെ രൂപവും നമ്മൾ ആ ചിത്രങ്ങളിലുണ്ട്. ഷോവയിലെ ലാസ്കോ ഗുഹകളിൽ ആ ഒരു മൃഗത്തിൻ്റെ ചിത്രീകരണമുണ്ട്. കുസാക് ഗുഹകളിൽ എന്താണ് മൃഗത്തിൻ്റെയും സ്ത്രീയുടെയൊക്കെ കോറിയിട്ട രൂപങ്ങളുണ്ട്. റഷ്യയിൽ വീനസിൻ്റെ പ്രതിമയുണ്ട്. അതൊക്കെ എന്താണ്, അനുഷ്ഠാനവുമായിട്ടോ ആചാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെയിനിലെ ലാ ഗർമ ഗുഹയിൽ നിന്ന് കിട്ടിയ അസ്ഥിയിലെ കൊത്തുപണികളൊക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്? അക്കാലത്തെ മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന് തെളിവാണ്. ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടി ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശനം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തിയിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. ഗുഹകളിലെ മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായി കാണാൻ കഴിയും. പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്, ഇത് അവർ ജസ്റ്റ് ഒന്ന് വരച്ചിടുക മാത്രമല്ല ചെയ്തിരുന്നത്. അതിനകത്ത് എന്ത് ചെയ്തിരുന്നു, നിറങ്ങളും ഉപയോഗിച്ചിരുന്നു. അതായത് വിവിധ തരം നിറങ്ങളും അവർ വരയ്ക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായകൾ എന്നിവ അരച്ച് ചെങ്കൽപ്പൊടിയുമായിട്ട് ചേർത്താണ് ഇവ എന്തുണ്ടാക്കിയിരുന്നത്, ഇവർ ആ ഒരു നിറങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ആ നിറങ്ങൾ ഉപയോഗിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്, ഗുഹയുടെ ഉള്ളിൽ ചിത്രം വരയ്ക്കുന്നത്. ഗുഹയുടെ ആ ഒരു സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഭാഗത്തായിരിക്കും അവരെന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രങ്ങൾ വരച്ചിരിക്കുക. അതായത് ആ ഒരു സൂര്യൻ പ്രകാശം എത്താൻ കഴിയാത്ത ഉൾഭിത്തിയിലായിരിക്കും അവർ ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ് ആ ചിത്രങ്ങൾ അവരെന്താണ് ഭിത്തികളിൽ വരയ്ക്കുന്നത്. മേൽഭിത്തികളിലും ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ആ ഒരു പ്രാചീന മനുഷ്യൻ്റെ വൈജ്ഞാനിക വികാസത്തിന് അല്ലെങ്കിൽ അവൻ്റെ ഒരു ബുദ്ധിയുടെയും ആ ഒരു സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും ആ ഒരു സാങ്കേതികപരമായിട്ടുള്ള കഴിവിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ തെളിവായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവരെന്താണ് സൂര്യപ്രകാശം അടിക്കാൻ കഴിയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വരയ്ക്കുന്നതും അത്രയോടെ ശ്രദ്ധയോടുകൂടി വരയ്ക്കുന്നതും നിറങ്ങൾ ചേർക്കുന്നതും ഒക്കെ അവരുടെ ബുദ്ധിയുടെയും എന്താണ് സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയൊക്കെ കഴിവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രാചീന ശിലായുഗത്തിൻ്റെ ഒരു സവിശേഷതകൾ നോക്കാം. ഇത്രയും നമ്മൾ പഠിച്ചത് എന്താണ് എന്ന് ജസ്റ്റ് ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നോക്കാം. പ്രാചീന ശിലായുഗത്തിൻ്റെ ആദ്യത്തെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു സവിശേഷത എന്ന് പറയുന്നത് പരുക്കൻ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതായത് അവരുപയോഗിച്ചിരുന്നത് എന്താണ്, പരുക്കൻ കല്ലുകളായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. അവർ താമസിച്ചത് എങ്ങനെയാണ്, ഗുഹകളിലും ഗുഹയ്ക്കുള്ളിലും അതുപോലെ തന്നെ തുറസ്സായ സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നു അവർ താമസിച്ച് വന്നിരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് വേട്ടയാടലും ശേഖരണവുമായിരുന്നു. വേട്ടയാടൽ എന്ന് വെച്ചാൽ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി കഴിക്കുക, അതുപോലെ തന്നെ മറ്റ് സാധനങ്ങൾ ശേഖരിച്ച് കഴിക്കുക. ഇനി നാലാമത്തത് പോയിന്റ് എന്ന് പറയുന്നത് ബാൻഡുകൾ അഥവാ പറ്റങ്ങളായിട്ടായിരുന്നു അവർ ആ ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ജീവിച്ചിരുന്നത് എങ്ങനെയാണ്, പറ്റങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് പേർ ചേർന്നാണ്, ബാൻഡുകളായിട്ടാണ് ജീവിച്ചു വന്നിരുന്നത്. അപ്പോൾ ബാൻഡുകൾ എന്താണെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ. രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. അതായത് ഒരു രക്തബന്ധമുള്ള, അതായത് ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ ചേർന്ന് ഒരുപാട് 100-ൽ താഴെയുള്ള അംഗങ്ങൾ ചേർന്ന് ഒരുമിച്ച് ജീവിക്കും. അഥവാ പറ്റങ്ങളായിട്ട് ഒരുമിച്ച് ഒരു 100-ൽ താഴെയുള്ള അംഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാൻഡുകൾ അഥവാ പറ്റങ്ങളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിട്ടായിരുന്നു അവരുടെ ആ ഒരു സാമൂഹിക ഘടന, അല്ലെങ്കിൽ ബാൻഡുകൾ അല്ലെങ്കിൽ പറ്റങ്ങളായിട്ടാണ് അവർ ജീവിച്ചു വന്നിരുന്നത്. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. അതായത് പുരുഷന്മാർ ചെയ്തിരുന്ന ജോലി എന്താണ്, വേട്ടയാടലും അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടലും. സ്ത്രീകൾ എന്താണ്, ഭക്ഷണ ശേഖരണവുമാണ് ചെയ്തു വന്നിരുന്നത്. ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല, അതായത് ഭക്ഷണം സൂക്ഷിച്ച് വെച്ചിരുന്നില്ല. അവർ അപ്പോഴത്തെ ആവശ്യത്തിന് അവർ പോയി വേട്ടയാടുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നിട്ട് കഴിക്കുക. അത് പിന്നീടത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത്. എന്താണ്, അവർ എല്ലാ കാലത്തും ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്ന ജനവിഭാഗങ്ങളായിരുന്നില്ല. അവരെന്താണ്, നാടോടികളായിരുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അവിടെ പോയി താമസിക്കുക, അങ്ങനെയുള്ള നാടോടി ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ലാ ഗർമ ഗുഹയും കുസാക് ഷോവെ ഗുഹയും ഒക്കെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടാകും. സെറക്സ്, ലാസ്കോ ഗുഹ, അവിടെയൊക്കെ ആ ഒരു ചിത്രങ്ങൾ ആ ഒരു മാപ്പിൽ ആ ഒരു സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക.
അടുത്ത മധ്യശിലായുഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രാചീന ശിലായുഗം കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് മധ്യശിലായുഗത്തിലേക്കാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് മധ്യശിലായുഗം. മെസോസ്, മധ്യം, ലിത്തോസ് ശില എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മേസോലിത്തിക് എന്ന പദം രൂപപ്പെട്ടത്. അഥവാ മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രാചീന ശിലായുഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ആ ഒരു പഴയ കാലഘട്ടം, പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. അതിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് എത്തിച്ചേരുന്ന കാലഘട്ടത്തിനിടയിലുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ്. അതായത് പ്രാചീന ശിലായുഗത്തിൽ നിന്ന് മധ്യശിലായുഗത്തിലേക്ക് എത്തുന്നതിനിടയിലുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് എത്തുന്നതിനിടയിലുള്ള ഒരു പരിവർത്തന കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. ആ മധ്യശിലായുഗം അഥവാ മീസോലിത്തിക് ഏജ് എന്ന് പറയുന്നതും 2 വാക്കുകൾ ചേർന്ന് ഉണ്ടായതാണ്. 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. മേസോസ് അഥവാ മധ്യവും ലിത്തോസ് അഥവാ ശിലയും. ലിത്തോസ് നമ്മൾ നേരത്തെ പാലിയോലിത്തിക്കിലും പഠിച്ചതാണ്. അപ്പോൾ മേസോസ്, ലിത്തിക് എന്ന് പറയുന്ന 2 വാക്കുകൾ ചേർന്നാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേസോലിത്തിക് എന്ന് പറയുന്ന പദം ഉടലെടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, മധ്യശിലായുഗത്തിലെ ഉപകരണങ്ങൾ. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സവിശേഷത മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് 2 സവിശേഷത ആ ഉപകരണങ്ങൾക്കുണ്ട്? പ്രാചീന ശിലായുഗത്തിലെ ഉപകരണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 സവിശേഷതകളുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നവയേക്കാൾ ചെറിയ ഉപകരണങ്ങളാണിവ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പ്രാചീന ശിലായുഗത്തിൽ കുറച്ചുകൂടെ വലിയ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. മൈക്രോലിത്സ് അഥവാ സൂക്ഷ്മശിലകൾ എന്ന് വിളിക്കുന്ന കല്ലുപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ഇനി ചെറിയ സൂക്ഷ്മ രീതിയിലുള്ള ചെറിയ കല്ലുപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ആദിമ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ വികാസം പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് മുമ്പ് സൂചിച്ചിരുന്നല്ലോ. എന്നാൽ ഇന്ത്യയിൽ പ്രധാനമായി ഈ വികാസം നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യശിലായുഗത്തിലാണ്. അപ്പോൾ ആ ഒരു ചെറിയ കല്ലുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിത്രങ്ങളിലൂടെയൊക്കെ ആശയവിനിമയം ഉപയോഗിച്ചിരുന്നു. അതായത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ആയപ്പോഴാണ് ആശയവിനിമയത്തിലേക്കൊക്കെ കടക്കുന്നത്. അതായത് ഒരു കാര്യം തങ്ങളിലുള്ള ഒരു ആശയം മറ്റൊരു ആളുമായിട്ട് പങ്കുവയ്ക്കാൻ ആ ആശയങ്ങളുടെ വിനിമയങ്ങളൊക്കെ നടക്കുന്ന ആ കാലഘട്ടത്തിലാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു ആശയവിനിമയം തുടങ്ങുന്നത് മധ്യശിലായുഗ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ഭീംബേത്ക, ലക്ജോവർ, ഖഥോഡിയ തുടങ്ങിയ ഗുഹാകേന്ദ്രങ്ങളിലൊക്കെ ആ ഒരു കലാസൃഷ്ടികൾ കാണാൻ പറ്റും. അതൊക്കെ മധ്യശിലായുഗ കാലഘട്ടത്തിലെ കലാസൃഷ്ടികളാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ആശയവിനിമയമൊക്കെ ഉടലെടുക്കുന്നതെങ്കിലും ഇന്ത്യയിൽ അത് സംഭവിക്കുന്നത് മധ്യശിലായുഗ കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ആ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭീംബേത്ക, ലക്ജോവർ, ഖഥോട്ടിയ, അങ്ങനെ 3 ഗുഹാകേന്ദ്രങ്ങളിലൊക്കെ ഈ ഒരു ചിത്രം കലാസൃഷ്ടിയൊക്കെ കാണാൻ പറ്റും. ആ ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഭീംബേത്കയിലെ ചിത്രങ്ങൾ, ലക്ജോവാറിലെ ചിത്രങ്ങൾ, ഖഥോട്ടിയയിലെ ചിത്രങ്ങൾ, അങ്ങനെയൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു ആശയവിനിമയത്തിൻ്റെ സൂചനകളായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഇനി മധ്യശിലായുഗത്തിലെ ജീവിത രീതിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ഒരു മൃഗങ്ങളെ വേട്ടയാടുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം ആ ഒരു മധ്യശിലായുഗത്തിലെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതൊക്കെ മനസ്സിലാക്കാം. ജസ്റ്റ് അതൊന്ന് നമുക്ക് നോക്കാം. മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മശിലായുധങ്ങളുടെ ശിലായുധങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമായി. അതായത് നേരത്തെ നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ 2 ഉപജീവന മാർഗ്ഗങ്ങളാണ് പറഞ്ഞത്, വേട്ടയാടലും ഭക്ഷണ ശേഖരണവും. പക്ഷേ ഈ മധ്യശിലായുഗത്തിലേക്ക് വരുമ്പോൾ മീൻപിടുത്തലും കൂടി അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് വന്നു. മീൻപിടുത്തവും കൂടി അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് വന്നു. മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചു. അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന ഒരു രീതി ആരംഭിക്കുകയുണ്ടായി. വിനോദങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി. അതായത് കലാപരമായിട്ടോ കായികപരമായിട്ടോ ഉള്ള വിനോദങ്ങളിൽ അവർ ഏർപ്പെടാൻ തുടങ്ങി. ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം ഉടലെടുത്തു. ഇനി മധ്യശിലായുഗത്തിലെ കേന്ദ്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർക്കാർ ഇംഗ്ലണ്ടിലാണ്, ഫാഹിയാൻ ഗുഹ ശ്രീലങ്കയിലാണ്, സനൈ നർഹായ് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലാണ്. അങ്ങനെ 3 കേന്ദ്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നവീന ശിലായുഗത്തിലേക്കാണ്, അഥവാ നിയോലിത്തിക് ഏജ്. മനുഷ്യജീവിതത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത്. നിയോസ് അഥവാ നവീനം, ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്ന എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിൽ 2 പ്രധാന മാറ്റങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിയോലിത്തിക് ഏജ് അഥവാ
ഒരു പ്രാചീന ശിലായുഗത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടമാണ്. പ്രാചീന ശിലായുഗത്തിൻ്റെ അല്ല, ശിലായുഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടമാണ്. അതിനുശേഷം എന്താണ് വരുന്നത്? ലോഹയുഗങ്ങളാണ് വരുന്നത്. അപ്പോൾ നവീന ശിലായുഗത്തിൽ അതിനെ നിയോലിത്തിക് ഏജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതും 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് ചേർന്നാണ് വന്നത്. ലിത്തിക് നമ്മൾ നേരത്തെ 2ലും പഠിച്ചതാണ്, ശില എന്നാണ് അർത്ഥം. പിന്നെ നിയോ എന്ന് വെച്ചാൽ നവീനം അല്ലെങ്കിൽ പുതിയത് എന്നാണ് അർത്ഥം. അപ്പോൾ നിയോലിത്തിക് എന്ന് വെച്ചാൽ എന്താണ്? നവീന ശിലായുഗം. നമുക്ക് നോക്കാം. മൃഗങ്ങളെ ഇണക്കി വളർത്തലും കൃഷിയുടെ ആരംഭമൊക്കെ ആ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. നമുക്കിവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടേ, ആ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. മാപ്പിൽ ആ ഒരു ചന്ദ്രക്കലയുടെ ഒരു ഷേപ്പിലുള്ള രൂപമാണ് തന്നിരിക്കുന്നത്. ആ ഒരു സ്ഥലത്താണ് എന്താണ് ഒരു സംഭവം കൃഷി ആരംഭിച്ചത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൃഷി ആരംഭിച്ച ഈ പ്രദേശത്താണെന്നാണ് പറയപ്പെടുന്നത്. അതിനെ നമ്മളെന്താണ് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് വെച്ചാൽ ഒരു ചന്ദ്രക്കല എന്നാണ് അർത്ഥം. അപ്പോൾ ഫെർട്ടൈൽ, ആ പ്രദേശത്തെ ഫെർട്ടൈൽ ക്രസൻറ്റ് അഥവാ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ആ പ്രദേശത്തെ അറിയപ്പെടുന്നത്. ആ ഒരു മാപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ പ്രദേശത്താണ് ആദ്യമായിട്ട് കൃഷി ഉത്ഭവപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. എന്തുകൊണ്ട് മൃഗങ്ങളെ ഇണക്കി വളർത്താനും അതുപോലെ തന്നെ കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം ജനസംഖ്യാ വർധനവ്. എന്തായി? ജനസംഖ്യ ക്രമാനുഗതമായിട്ട് കൂടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഇനി മുതൽ വേട്ടയാടി മാത്രം അല്ലെങ്കിൽ ശേഖരിച്ച് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയുണ്ടായി. അതുകൊണ്ട് അവർ കൃഷിയും അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്താനൊക്കെ ആരംഭിച്ചു. മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന. അതുപോലെ തന്നെ എന്താണ്? മനുഷ്യർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ എണ്ണത്തിന് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ മനുഷ്യർ ആ ഒരു താമസിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണത്തിന് വർധന ഉണ്ടാവുമല്ലോ. അങ്ങനെ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന. സങ്കീർണമായ സാമൂഹിക സംഘടന. കുറച്ച് സങ്കീർണമായിരുന്നു അവരുടെ സാമൂഹിക സംഘടന. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാൻഡുകളായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ സങ്കീർണമായിട്ട് വന്നു. ജനസംഖ്യ കൂടിയപ്പോൾ കുറച്ചുകൂടെ സങ്കീർണമായിട്ട് വന്നു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്. അതുപോലെ തന്നെയാണ്, ജനസംഖ്യ കൂടുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ടാവാം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറഞ്ഞു വന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷിയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു. സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. അടുത്ത പോയിന്റ് എന്താണ്? സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഈ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കി അറിയാം എന്താണ് കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് അല്ലെങ്കിൽ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു. കളിമൺപാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളും ഉപയോഗവും ധാന്യസംഭരണവും സാധ്യമാക്കി. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനത്തിൽ നിന്ന് സ്വതന്ത്രരായി. അവർ കളിമൺപാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം ഒരു വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതായി മാറി. അപ്പോൾ എന്താണ്? കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചതോടെ അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്താൻ ആരംഭിച്ചതോടുകൂടി ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവർക്ക് എന്തായി? സ്ഥിരമായിട്ട് ലഭ്യമാവാൻ തുടങ്ങി. തൽഫലമായിട്ട് അവരെന്തായി? സ്ഥിരതാമസം ആരംഭിക്കുകയാണ്. അതായത് ഇതുവരെ അവർ നാടോടികളായിരുന്നു, ഇനി മുതൽ അവർക്ക് പറ്റില്ല. കാരണം എന്താണ്? അവർ കൃഷി ചെയ്യുകയാണ്. കൃഷി ചെയ്താൽ ഇന്ന് നട്ട് നാളെ വിളവെടുക്കാം എന്നുള്ള രീതിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുമ്പോൾ അവർ സ്ഥിരവാസം ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തായി? അവർ സ്ഥിരതാമസം ആരംഭിക്കുകയുണ്ടായി. നാടോടികൾ എന്ന അവർ സ്ഥിരതാമസക്കാരായി മാറുകയാണ്. അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഈ കൃഷിയും കന്നുകാലി വളർത്തലുമൊക്കെ ആരംഭിച്ചതോടുകൂടി എന്താണ്? ഈ കൃഷിയിൽ തന്നെ മിച്ചോൽപാദനം ഉണ്ടാകുകയാണ്. അതായത് അവർക്ക് ആവശ്യമായതിൽ കൂടുതൽ സംഭവങ്ങൾ, ധാന്യങ്ങളായാലും ശരി മറ്റു ഭക്ഷ്യോൽപ്പന്നങ്ങളായാലും ശരി എന്താണ്? ഉൽപ്പാദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പേര് കൃഷിയിൽ നിന്ന് സ്വതന്ത്രരായി. അവരെ മറ്റു തൊഴിലുകൾ ചെയ്യാൻ ആരംഭിച്ചു. കളിമൺപാത്ര നിർമ്മാണം അല്ലെങ്കിൽ ഇഷ്ടിക നിർമ്മാണം തുടങ്ങിയ മറ്റ് തൊഴിലുകൾ ചെയ്യാനായിട്ട് അവരെ ആരംഭിച്ചു. നമ്മൾ ലോഹയുഗം എന്താണെന്നാണ് നോക്കുന്നത്. ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു. സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ ആ ഒരു ശിലാ കാലഘട്ടത്തിൽ നിന്ന് അടുത്ത ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ മനുഷ്യർ എന്താണ്? ശിലകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം വന്നവരെന്താണ്? ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ലോഹങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ച് തുടങ്ങിയ കാലഘട്ടത്തെയാണ്, അതുമുതലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ലോഹയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ലോകയുഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എന്താണ്? മനുഷ്യർ പുരോഗതി കൈവരിക്കുകയും ആ ഒരു സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ചതിന് പുരോഗതിയുടെയൊക്കെ ഒരു സൂചനയാണ് ഈ ലോഹയുഗം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ ഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു. ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാതൽ ഹോയിക്,
ചയേനു, അലിഘോഷ് എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളോ ഉപകരണങ്ങളോ ആക്കുന്ന രീതിയൊക്കെ ആര് കൈവശം വെച്ചിരുന്നു, അല്ലെങ്കിൽ കൈവരിച്ചിരുന്നു, ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു സാങ്കേതികവിദ്യയൊക്കെ മനുഷ്യർ കൈവരിച്ചിരുന്നു. അത് വെച്ച് നമുക്ക് ആ ഒരു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളിലൊക്കെ ആ ഒരു ചെമ്പിൻ്റെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുകളുണ്ട്. ആ ഒരു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ തുർക്കിയിലെ ചാദൽഹോയ്ക്കിലും വടക്കൻ സിറിയയിലെ ചയോനുവിലും ഇറാനിലെ അലിഘോഷിലുമൊക്കെ ഈ ഒരു ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. BCE 7000 ഇതിൻ്റെ കാലമായി കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ്, BCE 7000 മുതലൊക്കെ ഉള്ള ചെമ്പൊക്കെ നമുക്ക് തെളിവുകളായി കിട്ടിയിട്ടുണ്ട്. ശിലാ ഉപകരണങ്ങളേക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്ക് മേന്മകൾ കൊടുക്കുന്ന 2 പോയിന്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും. അതായത് നമുക്ക് എന്താണ്, കല്ലുകൾ അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എന്താണ്, ഈ ചെമ്പുകളും അല്ലെങ്കിൽ ലോഹങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായ ആകൃതിയിലും രൂപത്തിലും ഒക്കെ മാറ്റാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, കൂടുതൽ കാലം നിലനിൽക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് എന്താണ്, ശിലകളെ മാറ്റി എന്ത് വരികയാണ്, ചെമ്പ് അല്ലെങ്കിൽ ലോഹം വരികയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഏജ് എന്ന് പറയുന്നത് ചാൽക്കോലിത്തിക് ഏജ് അഥവാ താമ്ര ശിലായുഗം. ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുവല്ലോ. ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല. ശിലാപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച ഈ കാലത്തെ താമ്രശിലായുഗം എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും താമ്രശിലായുഗത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ശിലായുഗം കഴിഞ്ഞു. ഇപ്പോൾ താമ്രശിലായുഗം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ശിലായുഗം കഴിഞ്ഞു. അപ്പോൾ ഈ താമ്രശിലായുഗത്തിൽ എന്താണ്, ചെമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു, ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതായത് 2 നമ്മൾ ലോഹ ഉപകരണങ്ങളും ശിലാ ഉപകരണങ്ങളും എന്ന് പറയുമ്പോൾ 2 ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് പറയുന്നത്. അതായത് ലോഹങ്ങളും ഉപയോഗിച്ചിരുന്നു, അതായത് ചെമ്പും ഉപയോഗിച്ചിരുന്നു, ശിലയും ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് താമ്രശിലായുഗം. 2 തരത്തിലുള്ള 2 വസ്തുക്കൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ചെമ്പ് കൊണ്ടുള്ളതും ശിലകൾ കൊണ്ടുള്ളതുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ താമ്രശിലായുഗം എന്ന് അറിയപ്പെടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്ന് പറയുന്നത് രാജസ്ഥാന്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ്. ഇവിടെ നിന്നൊക്കെ താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ, അവിടെയുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വെങ്കലയുഗത്തിലേക്ക് പോവുകയാണ്. നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യൻ്റെ കടന്നുവരവിനെക്കുറിച്ചുള്ള വിവരമാണിത്. ഈ പ്രദേശത്തെ ജനങ്ങളെ തങ്ങിപ്പാർപ്പിക്കുന്നതും പകുതിയിലേറെ കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധതരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിലൂടെപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതി വിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. വിശാലമായ വീഥികളും പൊതുകെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വെങ്കലയുഗത്തിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം അല്ലെങ്കിൽ ഒരു സവിശേഷമായൊരു മാറ്റമുണ്ട്. എന്താണ്, നാഗരികത കൈവരികയാണ്. അതായത് നാഗരികത എന്ന് ഉദ്ദേശിക്കുന്ന പലരും പലതരത്തിലുള്ള തൊഴിലുകൾ ജീവിച്ച് ഉപജീവന മാർഗം കണ്ടെത്തി അവിടെ അത് ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയൊരു ജനവിഭാഗം അവിടെ ജീവിക്കുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് നാഗരികത എന്ന് പറയുന്നത്. അതായത് ആ സമൂഹത്തിൽ നോക്കിയാൽ ഒരു വലിയ ജനവിഭാഗം കാണും. അവരിൽ പലരും പല തൊഴിലുകൾ ചെയ്യുന്നവരായിരിക്കും, പല ഉപജീവന മാർഗം കണ്ടെത്തിയവരായിരിക്കും. അതിനെയാണ് നമ്മൾ എന്താണ് നാഗരികത എന്ന് പറയുന്നത്. ആ നാഗരികത കൈവരിച്ചത് എപ്പോഴാണ്, വെങ്കല ശിലായുഗത്തിലാണ്. വെങ്കല ശിലായുഗം അല്ല, വെങ്കല യുഗത്തിലാണ്. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹരപ്പാൻ സംസ്കാരം. ഹരപ്പ, മൊഹൻജുദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതുകെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വെങ്കല ശിലായുഗത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്ന വികാസിച്ച ഒരു സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. അതായത് ഹരപ്പയിലും മൊഹൻജുദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങളുണ്ടായി, വലിയ കുളങ്ങളുണ്ടായി, വീടുകൾ, തെരുവീഥികൾ, അതൊക്കെ കൃത്യമായി ആസൂത്രിതമായ വീടുകളും തെരുവീഥികളും ഉണ്ടായി, അഴുക്കുചാലുകളുണ്ടായി, ധാന്യപ്പുരകളുണ്ടായി. ഇതൊക്കെ നിർമ്മിക്കാൻ പറ്റി. അതുപോലെ തന്നെ വിവിധ തരം തൊഴിലുകൾ, തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യം ഇവിടേക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യയിൽ എന്തായി, അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യ നാഗരികത എന്ന് നമുക്ക് ഹരപ്പൻ സംസ്കാരത്തെ വിശേഷിപ്പിക്കാം. അപ്പോൾ അടുത്ത വേദകാലത്തെക്കുറിച്ച് നോക്കാം. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം സപ്തസിന്ധു ഇന്ത്യയിലെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് നടന്നു വന്ന ആര്യന്മാരായിരുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ. ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നു. അതായത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഒരു ജനവിഭാഗം വരികയാണ്. അവരെയാണ് നമ്മൾ ആര്യന്മാരെന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു സപ്തസിന്ധു പ്രദേശത്ത്, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്താണ് ആര്യന്മാർ ആദ്യമായിട്ട് വന്നത്. ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചവരായിരുന്നു. അതായത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ പെട്ട ഭാഷകൾ സംസാരിച്ചവരായിരുന്നു ഈ ആര്യന്മാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷാ അടിസ്ഥാനത്തിൽ നമുക്ക് അവർ വേണമെങ്കിൽ മധ്യേഷ്യയിൽ രൂപം കൊണ്ടവരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവരെങ്ങോട്ട് വന്നു? ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലെ സപ്തസിന്ധു പ്രദേശത്തേക്ക് വന്നു. വേദങ്ങളിൽ നിന്നുമാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് അറിവുകൾ നമ്മൾ ലഭിക്കുന്നത്. അതിനാൽ ഈ കാലത്തെ വേദകാലമെന്ന് വിളിക്കുന്നു. BC 1500 മുതൽ 6500-നും 600-നും ഇടയിലാണ് വേദകാലം. അപ്പോൾ ഈ കാലത്തെക്കുറിച്ച് നമുക്ക് അറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? വേദങ്ങളിൽ നിന്നാണ് ഈ കാലത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് നമുക്ക് എന്ന് പറയാം, അല്ലെ ഈ കാലഘട്ടത്തെ നമുക്ക് വേദകാലം എന്ന് പറയാം. BCE 1500-നും 600-നും ഇടയിലാണ് വേദകാലം എന്ന് പറയുന്നത്. വേദകാലത്തെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. വേദകാലത്തെ ആദ്യകാല വേദകാലം എന്ന് തിരിക്കാൻ പറ്റും. അതായത് ഋഗ്വേദം രചിച്ച കാലമാണ് ആദ്യകാല വേദകാലം. രണ്ടാമത്തെ കാലത്തെ അല്ലെങ്കിൽ പിൽക്കാല വേദകാലം എന്ന് നമുക്ക് തിരിക്കാൻ പറ്റും. യജുർ, സാമ, അഥർവ വേദങ്ങൾ രചിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതായത് വേദകാലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും. ആദ്യകാല വേദകാലത്തിൽ ഋഗ്വേദം മാത്രമാണ് രചിച്ചിരുന്നത്. രണ്ടാം കാല അല്ലെങ്കിൽ പിൽക്കാല വേദകാലമായപ്പോഴത്തേക്കാണ് യജുർ, സാമ, അഥർവ വേദങ്ങൾ കൂടി രചിച്ചത്. അപ്പോൾ ആദ്യകാല വേദകാലത്തിൻ്റെയും പിൽക്കാല വേദകാലത്തിൻ്റെയും സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യകാല വേദകാലത്തിൻ്റെ സവിശേഷത നമുക്ക് നോക്കാം. ഉത്ഭവിച്ചത് സപ്തസിന്ധു പ്രദേശത്താണ്. ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. അർദ്ധനാടോടികളായിരുന്നു. സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. കാട് വെട്ടിത്തെളിച്ചും തീയിട്ടും കൃഷി ചെയ്തു. നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം. യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബം നാഥനും ചെയ്യാവുന്നതുമായിരുന്നു. പ്രകൃതി ശക്തികളെ ആരാധിച്ചു. ഇപ്പുറത്തേക്ക് പിൽക്കാല വേദത്തിലേക്ക് വരുമ്പോൾ ഗംഗാസമതലം വരെ വ്യാപിച്ചു. കൃഷിക്ക് പ്രാധാന്യം നൽകി. സ്ഥിരവാസ ജീവിതമുണ്ടായി. സ്ത്രീകളുടെ സാമൂഹ്യ പദവിക്ക് മങ്ങലേറ്റു. ഇരുമ്പിൻ്റെ ഉപയോഗമുണ്ടായി. വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു. യാഗങ്ങൾ സങ്കീർണവും ചിലവേറിയതുമായി. യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറി. പ്രത്യേക ആരാധന മൂർത്തികൾ രൂപപ്പെടുന്നു. വിവിധ കരകൗശല വിദ്യയുടെ തുടക്കം ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും തമ്മിലുള്ള വ്യത്യാസം. മാനവചരിത്രത്തിൻ്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായ വികാസവുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതനുസൃതമായി കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി. പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി. ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവ ചരിത്രത്തിൻ്റെ വിവിധതരം വികാസഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു പഴയ കാലവും ഇന്നത്തെ കാലവും ഒക്കെ എന്ത് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ തൻ്റെ ബുദ്ധിശക്തിയുടെയും കഴിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രകൃതിയോടും മൃഗങ്ങളോടും ബാക്കിയുള്ള ജീവജാലങ്ങളോടും എല്ലാവരോടും പൊരുതി നിന്ന് ജയിച്ച് അതിജീവിച്ച് വികാസത്തിലേക്ക് എത്തിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.